ശക്തമായിട്ടുള്ള ഉപാസന ആർക്കുണ്ടായാലും ഇതൊക്കെ പറയാൻ പറ്റും. ഒരു ജ്യോതിഷം വേണ്ട, ഒന്നും വേണ്ട. നിമിത്തം പൂർവീകരൻ, നമ്മുടെ പൂർവീകരുണ്ടല്ലോ, പൂർവ്വജന്മം പൂർവീകരും ചെയ്തിട്ടുള്ള ദോഷവും അവർ ദോഷം ചെയ്തുകൂടെ, അത് നമ്മൾ അനുഭവിക്കണ്ടേ? തലമുറകളെ അനുഭവിക്കണ്ടേ? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വളരെ വിശിഷ്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. സാധാരണ നമ്മൾ ഒറ്റവാക്കിൽ പണിക്കർ എന്നൊക്കെ വിളിച്ചു പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിത്വമല്ല. അതായത് മനുഷ്യ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളിലും ഇടപെടുവാൻ കഴിവുള്ള, ഓരോ ദശകാലഘട്ടത്തെയും അല്ലെങ്കിൽ അവൻ്റെ ഓരോ സമയത്തെയും കീറി മുറിച്ച് പരിശോധിക്കാനാവുന്ന എല്ലാ വിദ്യകളും പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്ന നമ്മുടെ മുമ്പിലിരിക്കുന്ന സജീഷ് KP പണിക്കരെ ഏവർക്കും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പഠിച്ച ഓരോ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ വിരലണിയുന്ന കല്ലുകൾ വെച്ച് ജെമോളജി തുടങ്ങി, അതുപോലെ പേരിനെ ന്യൂമറോളജി, അതുപോലെ തന്നെ വാസ്തു, പിന്നെ അതുമാത്രമല്ല ആസ്ട്രോളജി, ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ഫേസ് റീഡ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നിമിത്ത ശാസ്ത്രം എന്നിങ്ങനെ ഒരുപാട് ഇതിൻ്റെ വ്യത്യസ്തമായ ശാഖകളെ പറ്റി നിരന്തരമായ പഠനങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സജീഷ് ചേട്ടനോടുകൂടി, ഞാൻ ചേട്ടൻ എന്ന് പറയാൻ കാരണം ഞാൻ വർഷങ്ങളായി, എൻ്റെ ഒരു 16-17 വയസ്സ് തുടങ്ങി കാണുന്ന വളരെ സുഹൃത്ത് ബന്ധത്തും ഉള്ളതുകൊണ്ടാണ് സജീഷ് ചേട്ടൻ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ പലപ്പോഴും ഇത്തരം ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഫോൺ കോളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദ തരംഗങ്ങളിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന, ആ വ്യക്തിയുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്ന വലിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് ചെല്ലാം. അപ്പോൾ സജീഷ് KPയുടെ ജീവിതത്തിലെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു, അതായത് ഞാനേ എപ്പോഴും ചെറുപ്പത്തിൽ നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതലേ എനിക്ക് ഇതിനോട്, ഈ വക ശാസ്ത്രങ്ങളോട് വളരെ അഭിരുചിയാണ്. അതുമാത്രമല്ല ഒരു നമുക്കൊരു തോന്നലാണ്, ദൈവികമായിട്ടുള്ളൊരു എന്തോ ഉള്ളതുപോലൊരു എല്ലാത്തിനും അതൊരു എല്ലാം പഠിക്കണം എന്നുള്ളൊരു ജ്വരം. അപ്പോൾ 25 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. ഒരു പാലക്കാട് ഒരു ഗുരുനാഥൻ്റെ കീഴിലാണ് ഞാൻ ജ്യോതിഷമൊക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ പല ഗുരുക്കന്മാരുടെ പേരിലാണ് വാസ്തു, ജെമോളജി, പിന്നെ ഫേസ് റീഡിങ്, പിന്നെ കൈരേഖ, രത്നങ്ങൾ എല്ലാം. പ്രത്യേകിച്ച് ഒരാൾ വിളിക്കുമ്പോൾ, ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ ആ നേരത്തെ ഗ്രഹനില അല്ലെങ്കിൽ നക്ഷത്രം ഇതൊക്കെ വെച്ച് അറിയാൻ പറ്റും അയാൾ എന്തിനാണ് വിളിക്കണമെന്ന്. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന മാതിരി തന്നെയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക നിമിഷത്തിൽ തന്നെ വിഷയമായിട്ട് വിളിക്കുന്ന ആളാണ് അതെന്നുള്ളവർ നമുക്കത് അറിയാൻ പറ്റും. ഇതിൽ മാത്രം മുഴുകിയിരിക്കണം, വേറൊരു ചിന്തകളും പാടില്ല. അത്രയും ഉപാസനയാണ് ഞാൻ, ദൈവി ഉപാസനയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. 4 മണിക്ക് എണീക്കും, ജപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ജീവിതമാണ്. വളരെ ദുഷ്കരമാണ് ജീവിതം. ഉറക്കമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ശരി, ഞാൻ 4 മണിക്ക് എണീറ്റ് ജപിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കുറേ ഇൻഡ്യൂഷൻസ് കിട്ടും നമുക്ക്. അതുപോലെ തോന്നലുകളും നമ്മൾ ആരാണ് വിളിക്കണമെന്ന് ഒരു വിളി മതി, ആ വിളിയിൽ നിന്ന് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. പിന്നെ രത്നശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹങ്ങളും രത്നങ്ങളായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന ഗ്രഹത്തിന് ഇന്ന രത്നം എന്നുള്ളത്. പിന്നെ ജെം തെറാപ്പി ഉണ്ട്. അപ്പം മാനസികമാണ് കൂടുതൽ, മനസ്സിന് അസ്വസ്ഥതയാണ് കൂടുതലും പേർക്ക് കാണുന്നത്. ബിസിനസ്സായാലും ശരി, ഏത് ഫീൽഡിലായാലും ശരി, അവർക്ക് അത് മനസ്സിൻ്റെ കാരകത്വമാണ് ബുധൻ്റെയും ചന്ദ്രൻ്റെയും. അപ്പോൾ ആ രത്നങ്ങൾ ധരിക്കുക, മുത്തും മരതകവും. ഈ ആദ്യം ഒരു വ്യക്തിയുടെ നമ്മൾ അവരുടെ ജാതകം നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ അവരെ കണ്ട മാത്രയിലുള്ള ഒരു വിഷൻ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാവും. ഇതായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമുക്കൊരാൾ കണ്ടാലറിയാം അയാൾ എങ്ങനെയാണ്, എന്താണ് പറയാൻ പോകണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് തോന്നിപ്പിക്കും. അത് ഉപാസനയെന്ന് പറയുന്നതാണ്. ശക്തമായിട്ടുള്ള ഉപാസന ആർക്കുണ്ടായാലും ഇതൊക്കെ പറയാൻ പറ്റും. ഒരു ജ്യോതിഷം വേണ്ട, ഒന്നും വേണ്ട. നിമിത്തം, ശകുനം, ഇതൊക്കെ നോക്കിയിട്ട് എല്ലാം പറയാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും വരാൻ പോണ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചതും. ഒക്കെ എല്ലാം പോസിറ്റീവായിട്ടാണ് നമുക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സന്തോഷമാണ്. ഇന്ന് വരെ ഒരു കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നല്ലൊരു വീട്ടിലൊരു കുട്ടി പഠിക്കാൻ വളരെ മോശമാണ്. അപ്പോൾ ഇന്ന വഴിപാടുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്
ഇന്നിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഫോൺ വന്നിട്ട് ജസ്റ്റ് പാസ്സാവുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കിയപ്പോൾ കുട്ടി ജസ്റ്റ് പാസ്സായി. എന്ത് സന്തോഷത്തിലാണ് ആ പിതാവ് വിളിച്ചത്. ഒരു ഉദാഹരണം ചെറുതായിട്ട്. അപ്പം അങ്ങനെ അവരുടെ ജീവിതത്തിൽ അത് വലിയ കാര്യമാണ്. ഈ ചില ആളുകൾക്ക് തൊഴിൽ തടസ്സങ്ങൾ, അതുപോലെ വിദേശത്തേക്ക് പോകാൻ പറ്റാതിരിക്കുക, അതൊക്കെ കൂടുതൽ പിന്നെ ഇതുണ്ടല്ലോ, കർമ്മരംഗത്തുള്ള അത് കർമാധിപനെ നോക്കണം. ജാതകം ഉണ്ടെങ്കിൽ കർമാധിപനെ നമ്മൾ ചിന്തിക്കണം. ജാതകമൊന്നും ഇല്ലാത്ത ആൾക്ക് നമ്മൾ ആ നേരത്തെ അയാൾ പറയുന്ന കാര്യത്തെ ആ സമയത്തെ ഗ്രഹസ്ഥിതി അയാളുടെ നക്ഷത്രങ്ങളുണ്ടാവും. അത് വെച്ചിട്ട് അപ്പം ആ വരുന്ന ആൾക്ക് ആ സമയത്തിൻ്റെ ബന്ധങ്ങളുണ്ടാവും. അത് വെച്ചാണ് നമ്മൾ പറയുക. അതിലാ ഗ്രഹസ്ഥിതി ഉണ്ടാവും, എന്ത് തടസ്സം എന്നുള്ളത്, എന്തിനാണ് വരണേ എന്നുള്ളതുണ്ടാവും. അതിന് ഒരാളുടെ ഇത് വേണ്ട. പിന്നെ കൂടുതൽ ഉപാസന നമ്മളൊക്കെ പറയിപ്പിക്കും. ഒരാൾ വിളിക്കുമ്പോൾ നമുക്കറിയാം എന്തിനാണ് വിളിക്കുന്നത്, ഏതിനാണ് വിളിക്കുന്നത് എന്നുള്ള അയാളുടെ പരിഹാരങ്ങൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കണം. എല്ലാം പരിഹാരങ്ങൾ നമ്മൾ അമ്പലങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരിഹാരങ്ങളാണ് പറയാറ്. ഇപ്പോൾ ഈ ഹൈന്ദവ മതത്തിലല്ല ബന്ധപ്പെട്ട ഒരാളല്ല എങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യനാണെങ്കിൽ പറയും എടപ്പള്ളിയിൽ പോകാൻ പറയും, മെഴുകുതിരി കത്തിക്കാൻ പറയും. ഇങ്ങനെ ചെയ്തിട്ടും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ചില കേസുകൾ ഉണ്ടാവില്ല. അപ്പോൾ അപൂർവമല്ലേ, അപൂർവമാണ്. കൂടുതൽ പേർക്ക് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് മതപരമായിട്ട്. ഇപ്പോൾ മുസ്ലിം ആണെങ്കിൽ പറയും കാളിയാരോട് പറയും, കാളിയാരോട് പള്ളിയിൽ പോകാൻ പറയും. അങ്ങനെയുള്ള ഓരോ വളരെയധികം എന്താ പറയില്ല, ചില വീടുകളിലൊക്കെ നമുക്ക് ഒരു കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ലൈഫിലെ ഒരു ഓരോ തലമുറയിലും ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ഭ്രാന്തി ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. അത് അത്തരം ആളുകളൊക്കെ അത്തരം അത് കൂടുതൽ വരുന്നത് തറവാട് സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങൾ വരും. നമ്മുടെ പൂർവികരുണ്ടല്ലോ, പൂർവ്വജന്മം പൂർവികരും ചെയ്തിട്ടുള്ള ദോഷവും അവർ ദോഷം ചെയ്തൂടെ, അത് നമ്മൾ അനുഭവിക്കണ്ടേ? തലമുറകളെ അനുഭവിക്കണം. പിന്നെ സർപ്പദോഷങ്ങൾ ഇതൊക്കെ 7 തലമുറയും ഒക്കെ ഉണ്ടാവും. സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടാവും. ഈ സർപ്പദോഷം എന്ന് പറയുമ്പോൾ അത് തലമുറയായിട്ട് ഉണ്ടാവും. അത് ഈ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറയാം? അത് ശരി, സർപ്പക്കാവ് കത്തിക്കുക, സർപ്പക്കാവ് കത്തിച്ച് പിന്നെ വെട്ടി തെളിയിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനൊക്കെ വിവാഹത്തിന് മംഗളകാര്യങ്ങളൊക്കെ മുടക്കും. അപ്പം അതിന് പരിഹാരങ്ങൾ സർപ്പങ്ങളെ കൊല്ലുന്നത് എല്ലാം കൊല്ലുന്നതായാലും സർപ്പക്കാവ് വെട്ടി തെളിക്കുന്നതായാലും തലമുറകളോളം നീണ്ടു നിൽക്കും. 7 തലമുറ അതൊന്നുണ്ടാവും. 7 തലമുറ അനുഭവിക്കണത് ഒരാൾ ചെയ്ത് അയാളുടെ 7 തലമുറ ഉണ്ടല്ലോ. അങ്ങനെ ഈ സർപ്പങ്ങളെ പറ്റി ഇപ്പോഴും പറയാറുണ്ട്. ഇത് എന്താ പ്രത്യേകത? മനുഷ്യരും സർപ്പവും തമ്മിലുള്ള സർപ്പം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അധിപതിയാണ് സർപ്പം. മനസ്സിലായ? സർപ്പത്തിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ഭൂമിയുടെ അതാണ്, നമ്മളല്ല ഭൂമിയുടെ ആൾക്കാർ. സർപ്പമാണ് ഭൂമി. സർപ്പക്കാവുകൾ നമ്മുടെ പൂർവികർ നമ്മൾ സർപ്പക്കാവുകൾ വെച്ച് പിടിപ്പിക്കണം. എന്താ വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ അതാണ്. സർപ്പം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്, ലക്ഷ്മിയാണ് ശരിക്കും. സർപ്പക്കാവുകൾ അതാണ് വെച്ചിരുന്നത്, അന്ന് വെച്ച് ആരാധിച്ചിരുന്നത്. അതൊക്കെ വളരെ അളവറ്റ ധനാണ്. മഹാലക്ഷ്മിയാണ് ശരിക്കും സർപ്പം എന്ന് പറഞ്ഞ മഹാലക്ഷ്മി. ഈ സർപ്പക്കാവ് ഇങ്ങനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചതിന് ശേഷമുള്ള ആളുകൾ ആരെങ്കിലും പരിചയപ്പെട്ടുണ്ടോ? അതിന് ശേഷം പിന്നെ ഇഷ്ടം പോലെ അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് ദുരന്തങ്ങളാണ്, പലവിധ ദുരന്തങ്ങളാണ്. ഏതെങ്കിലും ഒരു അനുഭവം? ഒരാളുടെ കാര്യം ഞാൻ പറയണമെങ്കിൽ അയാളുടെ മക്കളാണ് അനുഭവിക്കുക. ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾ അനുഭവിക്കും. ആ മക്കൾക്ക് മറ്റേ വിവാഹ കാര്യത്തിന് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സന്താനം ഉണ്ടാകാണ്ടിരിക്കുക, അങ്ങനെയുള്ള കുറേ കൂടുതലും സന്താനമില്ല അതിനുമേന്ന്. അങ്ങനെയല്ല ഇപ്പം മണ്ണാർച്ചാല പോയിട്ട് ഉരുളി കമ്മത്തണക്കുക, ഉരുളി കമ്മത്തണ നാഗത്തിൻ്റെ ദോഷം തന്നെയാണ്. പാമ്പുമേക്കാട്ട് സർപ്പബലി ഇതൊക്കെ, പിന്നെ പാമ്പും മുട്ടും പുറ്റും സമർപ്പിക്കുക, ഇതൊക്കെ നാഗദോഷമൊക്കെ നമ്മളെ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദോഷം തന്നെയാണ്. ഗുണം ചെയ്താൽ ഗുണം കിട്ടും, ദോഷം ചെയ്താൽ ദോഷം കിട്ടും. അതൊക്കെയാണ്. സർപ്പങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. ഭൂമിയുടെ അധീപനാണ് സർപ്പം. ഈ ആസ്ട്രോളജിയിൽ നമ്മൾ അത് മാത്രം ഒരാളെ പരിശോധിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഈ ജാതകം സമയവും കാര്യങ്ങളും അറിയാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നാൽ ഈ പറഞ്ഞ പോലെ നിമിത്ത ശാസ്ത്രമൊക്കെ വെച്ചിട്ട് ഉപാസന എല്ലാം വെച്ച് പറയാൻ പറ്റും. പക്ഷെ ഒരാൾ വിളിക്കുമ്പോഴേക്കും നമുക്കത് അറിയാൻ പറ്റും. അത് ഉപാസനയുടെ ശക്തമായിട്ടുള്ള ദേവീയ ഉപാസനയാണ് ഞാൻ. നമുക്കറിയാൻ പറ്റും വരാൻ പോണതും അല്ലെങ്കിൽ വിളിക്കുന്നതും എല്ലാം അത് ആർക്കായാലും പറ്റും. അത് ശരിയായിരിക്കും. അങ്ങനെ തന്നെയാണ്, അങ്ങനെ അനുഭവം അങ്ങനെ തന്നെയാണ് വരുന്നത്. കറക്റ്റാണത്. ഈ ചിലരെ ജനനത്താൽ തന്നെ ചില ആളുകൾ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ മൃതി ഉണ്ടാവും എന്നൊക്കെ ചില ജാതകത്തിലുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കുക തന്നെ. അതായത് സൂര്യനാണ് പിതാവ്, ചന്ദ്രനാണ് മാതാവ്. മനസ്സിലായോ? ഇത് രണ്ടും അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു അനുഭവം ഉണ്ടാവില്ല അവർക്ക്. അച്ഛനമ്മയുടെ ഗുണങ്ങൾ ഉണ്ടാവില്ല. സൂര്യൻ അച്ഛൻ പിതാവ്, ചന്ദ്രൻ മാതാവ്.
ഇത് രണ്ടും അനിഷ്ട സ്ഥാനത്താണ് ഗ്രഹനിലയിൽ നിൽക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? അതൊന്നുമില്ല, ജന്മവിധി അത് നമുക്ക് തടയാൻ പറ്റില്ല. അല്ലെങ്കിലും നമ്മുടെ വിധികളൊന്നും മുഴുവനും മാറ്റാൻ പറ്റില്ല. എത്ര കോടിയുടെ പൂജ ചെയ്താലും മാറ്റാൻ പറ്റില്ല. ലഗ്നങ്ങൾ ധരിച്ചാലോ അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾ. സമയം വളരെ ശരിയല്ല. വീട്ടിൽ നിന്ന് മാറി നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറുന്ന നല്ലതെന്ന് പറഞ്ഞപ്പോ അയാളെ വീട് വാടകയ്ക്ക് കൊടുത്തു, വേറെ വീട് അങ്ങനെ മാറിയത് കൊണ്ട് അയാളുടെ പ്രശ്നം തീരുമോ? കുറെയൊക്കെ മാറും. കാരണം ആ വീട്ടിൽ കുറെ വാസ്തുദോഷം ഉണ്ടാവും, വാസ്തുവിന്റെ ദോഷം ഉണ്ടാവും, അളവ് തെറ്റിയിട്ടുണ്ടാവും, പറമ്പിന്റെ ദോഷം ഉണ്ടാവും. അപ്പൊ അവിടുന്ന് മാറുമ്പോ അയാളുടെ പ്രശ്നം പിന്നെ കുറെയൊക്കെ മാറും. വാസ്തുവിൽ ഭയങ്കര പ്രാധാന്യമല്ലേ വാസ്തുവിന്? വാസ്തുവിൽ ഭയങ്കര പ്രാധാന്യമാണ്. നമ്മൾ എവിടെ താമസിക്കുന്നു അവിടുത്തെ ദോഷവും ഗുണമൊക്കെ നമ്മളെ ബാധിക്കും. അങ്ങനെയുണ്ട്. നമ്മളെ നല്ല വീടാണെങ്കിൽ നല്ല വീടെന്നിട്ട് ഭംഗിയല്ല, ആ പറമ്പിന്റെയും ആ അളവിന്റെയും. ചിലതൊക്കെ ഈ ജനിക്കണ മാതിരി തന്നെ വീടും. ഒരു കുട്ടി ജനിക്കുമ്പോഴുള്ള മാതിരിയാണ് വീട് പണിയണ സമയം. മനസ്സിലായോ? വീട് പണിയണ സമയം അങ്ങനത്തെ സമയമാണെങ്കിൽ അവർക്ക് ഉയർച്ചയാണ്. ആ വീടിന് പണി കഴിഞ്ഞാൽ പിന്നെ അയാള് അതാണ് ആ സമയത്തിന്റെ, എല്ലാ സമയത്തിന്റെ. കുട്ടി ജനിക്കണു നല്ല സമയമാണെങ്കിൽ കുട്ടി വളരെയധികം പ്രശസ്തി അതൊക്കെ ആയിട്ടുള്ള കുട്ടിയാവും. അല്ലാന്ന് വെച്ചാൽ പൊട്ട സമയത്താണ് ജനിക്കുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ജീവിതം അങ്ങനെ ആയിരിക്കും. അല്ല, ആ കുട്ടിയുടെ ജീവിതം കൊണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. എല്ലാവർക്കും, സമൂഹത്തിന് മുഴുവനും അങ്ങനെയാവുമല്ലോ. ചിലർ കണ്ടിട്ടില്ലേ വീട്ടിലും നാട്ടിലും ഒക്കെ പൊട്ടയിട്ട് നടക്കുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നല്ല ധനസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വീട്ടില് ആ നീ ജനിച്ചപ്പോ ആണ് ഈ കുടുംബം അങ്ങനെ ഉണ്ടാവും. ആ പൊട്ട സമയത്ത് ജനിക്കും. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി അപ്പൊ വേറൊരു കാര്യം എന്താ വെച്ചാല്, കുട്ടി ജനിച്ച പിന്നെ അച്ഛന് മോശമെന്ന് പറയണത് ഒട്ടും ശരിയല്ല. അച്ഛനാണ് ആദ്യം ജനിക്കുന്നത്. അച്ഛന് ജനിക്കുമ്പോൾ അങ്ങനെ ഒരു വിധിയുണ്ട്, അങ്ങനത്തെ ഒരു കുട്ടി ജനിക്കണമെന്ന്. അതല്ലേ എൻ്റെ ശരി. അങ്ങനെയാണ് എൻ്റെ ശരി. ആദ്യം ജനിക്കുന്ന അച്ഛനല്ലേ. അച്ഛന് അങ്ങനത്തെ ഒരു മകൻ ഉണ്ടാവണ്ടേ. അല്ലാതെ കുട്ടി ജനിക്കുമ്പോൾ അച്ഛൻ്റെ വിധി മാറുമോ? വിധി മാറില്ല. അച്ഛന് അങ്ങനത്തെ ഒരു വിധി ഉണ്ടാവും. ഇന്ന സമയത്ത് ഇന്ന കുട്ടി ജനിക്കണം, അതുമുതൽ നാശമാണ് അല്ലെങ്കിൽ ഉയർച്ചയാണ്. അപ്പം എല്ലാത്തിനും ജനനവും അതൊക്കെ ആയിട്ടല്ലേ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്.